എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ റിസോർട്ടിലാണുള്ളത്. ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരതൊന്ന് പോയി കാണുക. ഇപ്പം ഞങ്ങൾ പോകുന്നത് ബാണാസുര ഡാമിലേക്കാണ്. ബോട്ടിംഗ് ആണ് മെയിൻ ലക്ഷ്യം. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഡാമിലേക്ക്. മാക്സിമം പോയ ഒരു 5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. അപ്പോൾ ഡാമിൻ്റെ വിശേഷങ്ങളും ബോട്ടിങ്ങും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. ഞങ്ങളിപ്പോൾ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ വണ്ടി വെച്ചു, എൻട്രൻസ് ടിക്കറ്റ് എടുത്തു, ഉള്ളിലോട്ട് കയറി. ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ടെമ്പറേച്ചർ ചെക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരെയും ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. പിന്നെ ഇവിടെ വേറൊരു സൗകര്യമുണ്ട്, വാനുണ്ട്. മുകളിലോട്ട് പോകാൻ വേണ്ടി വാനുണ്ട്, അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നടക്കാൻ വയ്യാത്തവർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ അതെടുത്തിട്ടില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് വാന് കയറാൻ ഒരു ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് നടക്കാമെന്ന് കരുതി. എന്നാലും നടന്നുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ലൊരു സുഖം തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങനത്തെ റൈഡിലൊക്കെ കയറാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ അതിലൊക്കെ കയറാൻ പറ്റും. മുകളിലൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വന്നാൽ ഇതിലൊക്കെ കയറി നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ മുകളിലൂടെ ശബ്ദം ഉണ്ടായിക്കൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ 1 by 1 സിപ്പ് ലൈനിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ഡാമിൻ്റെ മുകളിൽ കയറി എത്തണം. അത്യാവശ്യം നല്ല കയറ്റമാണ്. ഞങ്ങളിപ്പോൾ പതുക്കെ സ്റ്റെപ്പൊക്കെ കയറി ഡാമിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഡാമിൻ്റെ നല്ലൊരു ഭാഗം തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിംഗ് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് എത്തിച്ചേരുക. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ടിക്കറ്റ് കൗണ്ടറിലെത്തി ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തു. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 950 രൂപയാണ് ഒരു സ്പീഡ് ബോട്ടിന് അവർ എടുക്കുന്നത്. ഒരു സ്പീഡ് ബോട്ടിൽ മാക്സിമം 5 പേർക്ക് കയറാൻ പറ്റും. പക്ഷേ ഞങ്ങൾ 2 പേർക്ക് വേണ്ടി മാത്രമാണ് ഒരു സ്പീഡ് ബോട്ട് എടുത്തത്. കൊറോണ ആയതുകൊണ്ട് അധികം റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമാണ് എടുത്തത്. പിന്നെ അത്യാവശ്യം ഇവിടെ നല്ല തിരക്കുണ്ട്. ഏകദേശം ഒരു 1/2 hour വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടമൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഞങ്ങളുടെ ഇത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ കയറാൻ പോവുകയാണ് ബോട്ടിലേക്ക്. ഇവിടെ ഓരോരുത്തർ റൈഡ് കഴിഞ്ഞ് വന്നാൽ ലൈഫ് ജാക്കറ്റൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ റെഡിയാണ്. ഞങ്ങൾ ബോട്ടിലോട്ട് കയറാൻ പോവാണ്. ഇനി നമുക്ക് ഡാമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
ഇപ്പോൾ ഞങ്ങൾ ബാണാസുര ഡാമിൽ നിന്ന് പുറത്തിറങ്ങി ബോട്ടിംഗ് ചെയ്തു. ഏകദേശം 950 രൂപയാണ് ഞങ്ങൾ ഒരു ബോട്ടിന് വേണ്ടി കൊടുത്തത്. ഒരു ബോട്ടിന് 950 രൂപയാണ്. അതിൽ 5 പേർക്ക് നമുക്ക് കയറാൻ പറ്റും. ഞങ്ങൾ 2 പേര് മാത്രമാണ് കയറിയത്. ഞങ്ങളൊരു ബോട്ട് ബുക്ക് ചെയ്തിട്ട് 2 പേര് മാത്രമാണ് കയറിയത്. അപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഏകദേശം ഡാം മുഴുവൻ ഒരു 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കവർ ചെയ്തു. നല്ല ഒരു അനുഭവം തന്നെ, കാഴ്ചാനുഭവമാണ്. അതുകൂടാതെ ഈ ഡാമിൻ്റെ സൈഡിലുള്ള റിസോർട്ട്സൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഡാമിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ ഒരു അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബാണാസുര ഡാം ഈ ബോട്ടിംഗ് ഫെസിലിറ്റി ഒക്കെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തോന്നി ഇങ്ങോട്ട് വന്ന് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ബോട്ടിങ് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്